ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ഒരു നെക്ക് ബാൻഡിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുറേ ആയി ഇങ്ങനെ ഒരു ഹെഡ്സെറ്റിൻ്റെ നെക്ക് ബാൻഡിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ബോട്ട് ട്രോക്കേഴ്സ് 333 ഒരു നെക്ക് ബാൻഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. ബോട്ടിൻ്റെയും അല്ലാതെ വൺ പ്ലസിൻ്റെ ഒക്കെ ഞാൻ മുന്നേ ഹെഡ്സെറ്റിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. സോ ഫസ്റ്റ് തന്നെ കുറേ ഫീച്ചേഴ്സ് ഉള്ളൊരു നെക്ക് ബാൻഡാണിത്. അതായത് നമുക്ക് അപ് ടു 30 hours പ്ലേ ബാക്ക് കണ്ടിന്യൂസ്ലി കിട്ടും. അതുകൂടാതെ ഇതിൻ്റെ ഇയർബഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം മാഗ്നറ്റിക് ഇയർബഡ്സ് ആണ് വരുന്നത്. പിന്നെ ഡ്യുവൽ പെയറിങ്ങും അലൗഡ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് ആയിട്ടുള്ള ഹെഡ്സെറ്റ് ആണിത് വരുന്നത്. അപ്പം ഡ്യുവൽ പെയറിങ് അലൗഡ് ആണ്. പിന്നെ നമ്മളൊരു 10 minutes ഒക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 hours പ്ലേ ബാക്ക് കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ വേറെ കുറേ പറയുകയാണെങ്കിൽ ഇത് സ്പ്ലാഷ് ആൻഡ് സ്വെറ്റ് പ്രൂഫ് ആയിട്ടുള്ളൊരു ഹെഡ്സെറ്റാണ്. ഇനി ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ലുക്ക് നോക്കാം. ഇതിൻ്റെ കളറാണെങ്കിൽ ഒരു ബ്ലാക്കും റെഡും കോമ്പിനേഷനാണ് വരുന്നത്. അതിൻ്റെ കൂടാതെ തന്നെ പല സൈസിലുള്ള ഇയർബഡ്സ്, അതായത് ലാർജും അതേപോലെ ലാർജല്ല ഒരു മീഡിയവും അതേപോലെ സ്മോൾ സൈസുള്ള ഇയർബഡ്സ് അവൈലബിൾ ആണ്. അതുകൂടാതെ ഇങ്ങനെ ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒട്ടിക്കാൻ പാകത്തിനൊരു സ്റ്റിക്കർ അവൈലബിൾ ആണ്. ഇത് 1 year വാറണ്ടി ആണ് വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു യൂസർ മാനുവലും നമുക്ക് തരും. അതായത് എങ്ങനെ ഇത് യൂസ് ചെയ്യണം, എങ്ങനെ ചാർജ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ ഒരു ചാർജിങ് കേബിൾ തന്നിട്ടുണ്ട്. അപ്പം Type-C ആണ് ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്റർ വരുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവർ തരുന്നുണ്ട്. എന്തൊക്കെയാണ് ഓരോ പാർട്സ്, അതായത് എക്സ്ട്രാ സ്മോളും ലാർജും ആണ് ഇതിൻ്റെ ഇയർബഡ്സ് വരുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് കണ്ടൻസ് എന്നൊക്കെയുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇയർബഡ്സ് കാണിച്ചു തരാം. ചിലർക്ക് ചിലപ്പോൾ ലാർജ് സൈസ് വെക്കുമ്പം ചെവിക്ക് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് സ്മോളിൻ്റെ ഇയർബഡ്സും അതേപോലെ ലാർജ് ഇയർബഡ്സുമാണ്. നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് ഇടാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഇയറിൽ ഇങ്ങനെ ഒരു സപ്പോർട്ടും കൂടി അവൈലബിൾ ആണ്. അത് നമുക്ക് ഊരിക്കളയാവുന്നതാണ്. ചിലർക്കത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് വെക്കുന്ന സമയത്ത് നമുക്കത് ഈസിലി റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ ഇവർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇവർ സ്പെഷ്യലി ഇൻഡിക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 10 meter വരെ ഈ ഒരു ബ്ലൂടൂത്ത് റേഞ്ചിൽ ഈ ഒരു ഹെഡ്സെറ്റിലേക്ക് കണക്ഷൻ വരും. അപ്പോൾ ഒരു സിംഗിൾ പ്രസ്സിൽ വോയിസ് അസിസ്റ്റൻറ്റ് ഓൺ ആവും. അതേപോലെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്. ഇവിടെയാണ് ഈ ഒരു പോർട്ട് വരുന്നത്, നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട് വരുന്നത്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഹെഡ്സെറ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ കേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയ്ഡഡ് ആയിട്ടുള്ള കേബിളാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്വിസ്റ്റായി പോവോ അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനുള്ള ഒരു ഇതില്ല, കാരണം നല്ലപോലെ ബ്രെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്ന ഇയറിൻ്റെ സപ്പോർട്ട് നമുക്കിതുപോലെ ഈസിലി റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്, അല്ലെങ്കിൽ അത് വേണ്ടവർക്ക് അത് വെക്കുകയും ചെയ്യാം. ആൻഡ് ഇതിൻ്റെ കൺട്രോൾ പാനൽ വരുന്നത് മെറ്റാലിക് ആണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.